വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ആദരണീയരായ മഹത്തുക്കളായ മഹാന്മാരായ ഉസ്താദുമാർ, കാരണവന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, സ്നേഹനിധികളായ പിഞ്ചുമക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അഅമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഇവിടെ കുറേ കസേര ഈ സ്റ്റേജിൻ്റെ മുകളിലുണ്ട്. മഹത്തുക്കളായ ഉസ്താദുമാരൊന്ന് അവിടെ നിന്ന് എഴുന്നേറ്റാൽ, നിങ്ങൾ തങ്ങളല്ലേ, നിങ്ങൾ കർണാടകയല്ലേ ഇപ്പുറത്തേക്കുള്ള തൊപ്പിട്ടാൾ, ഇങ്ങോട്ട് പോരെ. ഉസ്താദുമാരൊന്നും ഇങ്ങോട്ട് കയറിയിരുന്നല്ല ആ സീറ്റിൽ അവിടെ അല്ലേ. ഉസ്താദുമാരൊക്കെ ഇങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് കയറിയിരിക്കുക. അതിൻ്റെ ഒരു ബറക്കത്തും കൂടെയാണ്. ഉസ്താദുമാർ ഇവിടെ വരെ ഇങ്ങോട്ട് കയറിയിരിക്കുക. ഉസ്താദുമാരും ഇങ്ങോട്ട് വരെ. എല്ലാ ഉസ്താദുമാരും ഇങ്ങോട്ട് കയറിയിരിക്കുക. ഒരു ഫൈസി എൻ്റെ കൂടെ വരി, ഇങ്ങോട്ട് വരി, ഇവിടെ ഇരിക്കുക. ഉസ്താദുമാരും ഇങ്ങോട്ട് കയറിയിരിക്കണം. അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ ഇങ്ങോട്ട് വരി. കർണാടക ഫൈസി ഇങ്ങോട്ട് വരി. അല്ലാഹുവേ നീ ഖൈറു നൽകണം റബ്ബേ. ബഹുമാനപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, വലിയൊരു തൗഫീഖാണ് പടച്ചോൻ നമുക്ക് നൽകിയത്. അൽഹംദുലില്ലാഹ്. കരുണക്കടലായ റബ്ബ് ഇതിനെ കബൂൽ ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വേറെ ഒരു ജോലിയും കൂടെ. നിങ്ങളെ തൊട്ടടുത്തുള്ള ഒഴിഞ്ഞടക്കുന്ന കസേര ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കുമോ? സംഘാടകരതെടുത്ത് കൊണ്ടുപോകും. ഒന്ന് പൊക്കൂ. കരികിലുള്ള കസേരകളൊക്കെ ഒന്ന് പൊക്കൂ. കുറച്ച് സംഘാടകർ സദസ്സിലേക്ക് നിൽക്കൂ. എന്നിട്ട് ആ കസേരക്ക് ഈ ഒഴിഞ്ഞ ഭാഗത്തെ കൊണ്ടിടും. നിൽക്കുന്നവർക്കൊക്കെ ഇവിടെ ഇരിക്കാവുന്നതാണ്. ഈ മജ്‌ലിസ് ഇരുന്നു കൊണ്ട് കേൾക്കണം. ഇങ്ങനെ ഒരു സദസ്സ് ഉണ്ടാവാറില്ല. കാരണം 9:15 ഇങ്ങനെ നേർച്ച പരിപാടിക്ക് സദസ്സ് കിട്ടലില്ല. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. കാരണം 9:15 നമ്മളെ മജ്‌ലിസ് തുടങ്ങിയാൽ 10:15 ദിക്ർ കഴിയും. 11 മണിയാകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞിട്ട് ഇവിടുന്ന് പോകണം. ഇൻഷാ അല്ലാഹ് പറയും. ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളെ കൊണ്ടും ഇവിടെ വന്നവരുണ്ട്. അധിക പേരും രോഗികളാണ്. രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവർ, അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളാൽ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. വേണമെങ്കിൽ കുറച്ച് മുന്നോട്ട് കയറിയിരുന്നുള്ളൂ. എല്ലാവരും ഒന്ന് കുറച്ച് മുന്നോട്ട് കയറിയിരുന്നുള്ളൂ. ബാക്കിൽ നിൽക്കുന്നവർക്ക് അവിടെ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ചൊന്ന് മുന്നോട്ട് കയറിയിരുന്നുള്ളൂ. ഇങ്ങോട്ടിരുന്നൂടെ? അപ്പോൾ മുഅ്മിനീങ്ങളെ, പിന്നെ അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ സയ്യിദന്മാരുണ്ടെങ്കിൽ, തങ്ങന്മാരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഇവിടേക്ക് വരുവോ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അപ്പം മുഅ്മിനീങ്ങളെ, ഒഴിഞ്ഞ കസേര വേഗം പിടിച്ചോളി. ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് വളണ്ടിയർമാർ. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഇന്ന് തിങ്കളാഴ്ച രാവാണ്. ഏതു തിങ്കളാഴ്ച രാവ്? റബീഉൽ ആഖിറിലെ 1-ാമത്തെ തിങ്കളാഴ്ച രാവ്. മഹത്തുക്കളായ മഹാന്മാരായ സയ്യിദന്മാർ, അസയ്യിദ് ഹാമിദ് ബാലവി മുല്ലക്കോയ തങ്ങൾ, ആ വലിയ മക്കാമ് കണ്ടില്ലേ? പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെയുള്ള വലിയ മക്കാം. അതാണ് സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സയ്യിദ്
അഹമ്മദ് ബാലവി തങ്ങൾ, സയ്യിദ് അലി ബാലവി തങ്ങൾ, സയ്യിദ് ഹസൻ ബാലവി തങ്ങൾ, അവസാനം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ. അവരുടെയൊക്കെ ആ രൂപം നമ്മുടെ അങ്ങനെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. ആ വലിയ തങ്ങന്മാരുടെ കാലിൻ്റെ ചോട്ടിലാണ് അഹ്ലു ബൈത്തിനെ എങ്ങനെ പ്രണയിക്കണമെന്ന് സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്. ആളിക്കത്തുന്ന തീജ്വാലകൾക്കും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനും ആർത്തട്ടഹസിച്ച് വരുന്ന തിരമാലകൾക്കും തകർക്കാൻ കഴിയാത്ത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ 39 ചില്ലാനും വർഷക്കാലം ജനറൽ സെക്രട്ടറി പദവി അലങ്കരിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് ആ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടമായിരുന്നു? പ്രതിസന്ധിയുടെ കാലഘട്ടം. ഒരു ഭാഗത്ത് വഹാബിസം, മറ്റൊരു ഭാഗത്ത് കള്ളത്തൊരീക്കത്തിൻ്റെ അഖിലുകാർ, മറ്റൊരു ഭാഗത്ത് മതമില്ല എന്ന് പറയുന്നവർ, മറ്റൊരു ഭാഗത്ത് മുസ്ലിമീങ്ങളുടെ ഈമാനെ ചോർന്ന് ഈമാനെ കാർന്നു തിന്നാൻ ഈമാനിൻ്റെ ശത്രുക്കൾ ചുറ്റുഭാഗത്തും കൂടി നിന്ന് സമുദായത്തെ പീഡിപ്പിക്കുന്ന സമയത്തിൽ സമുദായത്തിൻ്റെ കാവൽ ഭടനായി, ഒരു കാവൽക്കാരനായി മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ ഊണും ഉറക്കവും ഒഴിഞ്ഞ് നമുക്ക് വേണ്ടി കാവൽ നിന്നു. അറിവിൻ്റെ സാഗരം, ജ്ഞാനത്തിൻ്റെ നിറകുടം, സൂക്ഷ്മതയുടെ നിറകുടം മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്. മഹാനവറുകൾ ആ തങ്ങന്മാരുടെ കാലിൻ്റെ ചുവട്ടിലാണ്, എല്ലാവരുടെയും കാലിൻ്റെ ചുവട്ടിൽ. നിങ്ങൾ പറയ്, ഷംസുൽ ഉലമയുടെ കാലിൻ്റെ ചുവട്ടിലാണ് ആരുള്ളത്? പറയ്, തങ്ങന്മാരെ കാലിൻ്റെ ചോട്ടിലാണ് ഷംസുലുലമ ഉള്ളത്. ആ തങ്ങന്മാരും ഷംസുലുലമൻ്റെയും കാലിൻ്റെ ചോട്ടിൽ ആരുള്ളത്? നമ്മളുള്ളത്. ഈ സദസ്സ് ഞാൻ അങ്ങനെ വിചാരിക്കുക, അതിൻ്റെ അപ്പുറത്താണെങ്കിൽ എന്തേക്കൊരവസ്ഥ അല്ലേ? അല്ലാ, ഷംസുലുലമക്ക് അപ്പുറത്ത് ഖബർ കുഴിച്ചിരുന്നു അല്ലേ? ആ ഖബറിൽ വെള്ളം കണ്ടു, അപ്പം ഇപ്പുറത്തേക്ക് മാറ്റി കുഴിച്ചതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം അവരുടെ കാലിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് ചെല്ലാൻ കഴിയുക എന്നുള്ളൊരു തൗഫീഖ് തന്നെയാണ്. ഞാനിന്നിങ്ങനെ ഖബർ അവിടുന്ന് ഷംസുലുലമയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സിയാറത്ത് ചെയ്യാണ്. അപ്പോൾ ഒരാൾ, സാധുവായ മനുഷ്യനാണ് അയാൾ എൻ്റെ തലയിൽ കൈ വച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനൊരു മദ്യപാനിയാണ്. ഞാൻ ഇന്നു മുതൽ എൻ്റെ തൊണ്ടയിലൂടെ ആ വെള്ളം അകത്തേക്കിറക്കില്ല ഉസ്താദേ, സത്യം 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 എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഷംസുൽ ഉലമയുടെ ഹളറത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ആ മനുഷ്യൻ ഈ സദസ്സിലുണ്ട്. ഞാൻ പൊള്ളു പറയല്ല, എൻ്റെ റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് പറയാൻ. എനിക്കയാളെ കാണിക്കാൻ പറ്റും. അയാൾ ആരാണ്? എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അയാൾ എഴുന്നേൽക്കും. പക്ഷേ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ അയാളെങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തത്. വല്ലാഹി, അത് ആ മനുഷ്യൻ എഴുന്നേറ്റു. നിങ്ങളവിടെ ഇരുന്നോളി, നിങ്ങൾ ആ മനുഷ്യനാണ് എഴുന്നേറ്റത്. അതാ ഞാൻ എണീക്കാൻ പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ എഴുന്നേൽക്കരുതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ചിലപ്പോൾ അയാൾ എഴുന്നേറ്റത് ഒന്ന് ദുആ കിട്ടാനായിരിക്കും. ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾക്കും ദുആരം തരാം. ഞാൻ എല്ലാവരും ആമീൻ പറഞ്ഞെടുത്ത്, പഠിച്ചോനെ ഞാൻ ഒരു അവസ്ഥ നീ കൊടുക്കരുത്, പഠിച്ചോനെ അവസ്ഥ നീ കൊടുക്കരുത്, പഠിച്ചോനെ അവസ്ഥ നീ കൊടുക്കരുത്, പഠിച്ചോനെ ഇരിക്കും. അങ്ങനെ ഇൻഷാ അല്ലാഹ് അങ്ങനെ എത്ര ആളുകളെന്നറിയോ? ഷംസുലുലമ ചില്ലറക്കാരനല്ല, ഈ കൂട്ടത്തിലുണ്ടാവും അങ്ങനത്തെ ആൾക്കാർ.
ഷംസുലുലമയുടെ ഹളറത്തിൽ ഞങ്ങൾ ഇരിക്കണത്. ഷംസുലുലമങ്ങളെ ഹൃദയത്തിൽ അടഞ്ഞുകൂടിയ അഴുക്കുകൾ അറബിക്കടലിൻ്റെ വിദൂര ഭാഗങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളെ നന്മയുടെ വഴിയിലൂടെ ഇന്ന് ഇവിടുന്നോട്ട് പിരിഞ്ഞാൽ പറഞ്ഞേക്കുള്ളൂ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണം. ഉണ്ടാവും, ഒരിക്കലും സംശയിക്കുകയേ വേണ്ട, സംശയിക്കുകയേ വേണ്ട. ഉറപ്പിച്ചിരുന്നോളൂ. രണ്ടാമത്തത് ഈ പവിത്രതയുള്ള അദ്കാർ, ഈ മഹനീയമായ അദ്കാർ സ്വബാഹും മസാവും. ഇത് തുടക്കം കുറിച്ചത് കണ്ണിയത്തുസ്താദിൻ്റെ ചാരത്ത് വെച്ചുകൊണ്ട്, കണ്ണിയത്തുസ്താദിൻ്റെയും അതുപോലെ മഹാനായ വലിയും സൂഫി വര്യനുമായിരുന്ന മിത്തബൈൽ ഉസ്താദിൻ്റെയും അരികിൽ വെച്ചുകൊണ്ടാണ്. ആ മിത്തബൈൽ ഉസ്താദിൻ്റെ അരികിൽ കർണാടകക്കാരും കണ്ണിയത്തുസ്താദിൻ്റെ അരികിൽ ഞങ്ങളും കുറച്ച് ആൾക്കാരും നിന്ന് ഒരേ സമയത്തിൽ ഫാത്തിഹയും യാസീനും ഓതി അങ്ങനെ തുടക്കം കുറിച്ചതാണ് ഈ പവിത്രതയുള്ള മജ്ലിസ്. ഈ മജ്ലിസിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വീടുകളിൽ മുഴുവനും ദിക്ർ ചൊല്ലിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉദ്ദേശവും ഇല്ല. ഇതിൻ്റെ പേരിൽ ഒരു രൂപ ഉണ്ടാക്കണമെന്നോ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നോ ഒരു ചിന്തയും വല്ലാഹി ഇല്ല. പടച്ചവൻ അങ്ങനെ ഒരു ചിന്ത തരാതിരിക്കട്ടെ. അമീൻ പറയും, ഉറക്കാമീൻ പറയും, പടച്ചവൻ തരാതിരിക്കട്ടെ. ഇതിങ്ങനെ തന്നെ വീടുകളിൽ സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങിയ വീടുകളിൽ ഈ വിശുദ്ധമായ അദ്കാറുകൾ ഇന്ന് സഹോദരിമാർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് ലൈവിലൂടെ കണ്ണിയത്തുസ്താദിൻ്റെ ഹളറത്തിലിരുന്ന് ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ എന്ന് എന്നും ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണിയത്തുസ്താദിൻ്റെ ഹളറത്ത് എന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ ഉമ്മമാർ പല ഭാഗത്തിലിരുന്ന് പല വീടുകളിൽ നിന്ന് ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതാണതിൻ്റെ ഫലവും, അതാണതിൻ്റെ ഫലവും. ഒന്ന് ദിക്ർ തന്നെ മഹത്വം, രണ്ട് ഈ വിശുദ്ധമായ മജ്ലിസ് ഖാജയുടെ പേരിലാണെന്നുള്ളത്, മൂന്ന് കണ്ണിയത്തുസ്താദിൻ്റെ ഹളറത്ത് നിന്ന് അത് ചെല്ലുന്നു എന്നുള്ളത്. പടച്ചോൻ സ്വീകരിക്കട്ടെ. നാലാമത്തത്, നമ്മൾ തുടക്കത്തിൽ ഒരു 15 മിനിറ്റ് സമയമെടുത്ത് മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നു. ആ കൂട്ടത്തിൽ എല്ലാ ദിവസവും ഫാത്തിഹ ഓതാറുണ്ട്. വരക്കൽ തങ്ങന്മാരുടെ പേരിലും വരക്കൽ തങ്ങന്മാരുടെ ചാരത്തന്തി ഉറങ്ങുന്ന ഷെയ്ഖുനാ ഷംസുൽ ഉലമയുടെ പേരിലും എല്ലാ ദിവസവും 3.5 കൊല്ലമായി ഇത് നടന്നു വരുന്നു അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ. അതാണ് ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ. പലരും അതുപോലെ തന്നെ മെനിയാന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് വായക്കാട് എൻ്റെ റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അൽഹംദുലില്ലാ ഉസ്താദേ, ഞാൻ മദ്യപാനിയായിരുന്നു, എൻ്റെ മദ്യപാനം ഞാൻ ഇപ്പോഴില്ല, എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എന്നും അദ്കാർ കേൾക്കുന്നവരായിരുന്നു. വേറൊരു സഹോദരൻ, ഒരു നിരീശ്വരവാദി, മതല്ല എന്ന് പറഞ്ഞു പോയാൾ. മൂപ്പര് മതല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മൂപ്പര് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്തിരുന്നു. ആ പൈസ കിട്ടാൻ വേണ്ടി ഉള്ള ദ്വാ മുഴുവൻ ദ്വാരുന്നു, താജ് നിസ്കരിച്ചു, ദ്വാ നിസ്കരിച്ചു, ഒന്നും ശരിയാകണില്ല. അങ്ങനെ മൂപ്പര് വിചാരിക്കാണ് ഇതുകൊണ്ടൊന്നൊരു ഫലമില്ലാന്ന്. അതോടുകൂടെ മൂപ്പര് നിർത്തി. ഈ കൊടുത്ത ആൾ പറയാണ്, നിങ്ങൾ എനിക്ക് അങ്ങനെ ഒരു പൈസയെ തന്നില്ല. അതോടുകൂടെ അയാൾ നിസ്കാരം നിർത്തി, നോമ്പും നിർത്തി, ദിക്റും ഒക്കെ ദ്വാരം കിട്ടണില്ല. പൊട്ടത്തരം എന്നല്ല ഇനി പറയാ. ഒരാൾ മാത്തൈ കുഴിച്ചിട്ടു 1 മാസം കഴിഞ്ഞു മാങ്ങണ്ടാണേതുമായിരുന്നു, മാങ്ങണ്ടായില്ല. 2 മാസം കഴിഞ്ഞു മാങ്ങണ്ടാണേതുമായിരുന്നു, 3 മാസം കഴിഞ്ഞു മാങ്ങണ്ടാകുന്നതുമായിരുന്നു. അപ്പം 4-ാം മാസം മുമ്പിൽ കരുതി ഇത് വെറുതെ കുഴിച്ചിട്ടാണ്, വെറുതെ നനക്കാണ്. ആട് വെട്ടി മുറിച്ചിട്ട് ആളാ ഞാച്ച് വെട്ടി മുറിച്ചിട്ടാഞ്ഞാൽ അതിനൊരു കാലല്ലേ, ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ കായ കായ്ക്കൂലേ? അത് കാത്തുക്കാൻ നേരല്ല. ചാടിക്കുടഞ്ഞെടുത്ത് തീരുമാനം. പിന്നീട് ആ മനുഷ്യൻ്റെ ഭാര്യ നമ്മുടെ മജ്ലിസ് എന്നും കേൾക്കും. എന്തിനെന്നറിയാം? ആ മനുഷ്യൻ്റെ പൈസ ഇട്ടാനല്ല, ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഈമാൻ വരാൻ എന്നും ദ്വാരക്കും. ആ മനുഷ്യൻ നമ്മുടെ മജ്ലിസിൽ വന്നിരുന്നു. അയാൾ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് തന്നെ മടങ്ങി വന്ന് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ മുഴുവനും ഖളാ വെട്ടി, നോമ്പുകൾ ഖളാ വെട്ടി, ദിക്ർ ചൊല്ലി ആത്മീയമായ ഒരു ലോകത്തിലൂടെ അയാൾ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ കാരണം അയാൾ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഉസ്താദേ. ഭാര്യ എപ്പോഴും കണ്ണീരോടുകൂടെ ദുആ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെയൊക്കെ ഉത്തരം എന്നുള്ളത് ഇതിൻ്റെ ആത്മാർത്ഥതയാണ്. ഒരു കാലം വരും, നമ്മുടെ കൂട്ടത്തിലുണ്ട് പല പ്രശ്നങ്ങളുള്ളവർ. ശരിയാവും, അല്ലാഹ് നമ്മളെ വെറുതാക്കൂല. നമ്മുടെ കണ്ണടച്ച് പിടിച്ച് നമ്മുടെ റബ്ബിനോട് പറഞ്ഞോ, നമുക്ക് ഭക്ഷണം തരുന്ന പഠിച്ചോനല്ലേ, നമുക്ക് വെള്ളം തരുന്ന പഠിച്ചോൻ, നമുക്ക് ശ്വസിക്കാനുള്ള വായു തന്ന റബ്ബ്. ആ റബ്ബിനോടൊന്ന് പച്ച മലയാളത്തിലൊന്ന് പറഞ്ഞാണി. എല്ലാവരും നീയത്ത് വെച്ചാണി പച്ച മലയാളത്തിലൊന്ന് പറഞ്ഞാണി, പഠിച്ചോനെ കരുണക്കടലായ റബ്ബേ, എൻ്റെ വിഷമാനൊക്കെ അറിയാലോ പഠിച്ചോനെന്ന് താഴ്മയോടുകൂടെ പറഞ്ഞാണി. നമ്മളെപ്പോഴും അടിമയാവണം. അള്ളാഹു ആണ് യജമാനൻ. നമ്മളങ്ങനെ ചിന്തിക്കണം. നമ്മൾ ചോദിക്കണ മുഴുവൻ നാളെ തരേണ്ട ഒരാളാവരുത് അള്ളാഹു. അങ്ങനെ വരുമ്പോൾ നമ്മൾ യജമാനനും അള്ളാഹ് അടിമയാവും. നമ്മൾ ചോദിക്കണൊക്കെ നാളെ തരണം, കൊണ്ട റബ്ബേ, അത് തരണം, പഠിച്ചോൻ തരണമെന്നുണ്ട്, കൊണ്ട റബ്ബേ. എൻ്റെ മകളുടെ കല്യാണം നടത്തിക്കൊണ്ട റബ്ബേ, പഠിച്ചോൻ പിറ്റത്തെ മാസം തന്നെ നടത്തിക്കൊള്ളുന്നുണ്ടോ? അള്ളാഹ് അടിമയല്ലല്ലോ, അള്ളാഹ് യജമാനനാണ്, നമ്മൾ അടിമയാണ്. മറ്റേക്ക് വരുമ്പോൾ അള്ളാഹു അടിമയാവും, നമ്മൾ യജമാനാവും. അല്ല, നമ്മൾ അടിമയാണ്. കൊണ്ട റബ്ബേ, ക്ഷമിച്ചും സഹിച്ചും നിൽക്കുക. പഠിച്ചോൻ ഒരു നാൾ നമുക്ക് നേരെ കരുണയുടെ കവാടം തുറന്നു വെച്ച് തരും. സംശയിക്കേണ്ട. പഠിച്ചോണ്ട് പറയും, കണ്ണടച്ച് പിടിച്ച് പറയും. രോഗം മാറാൻ, കടം വീടാൻ, വീടില്ലാത്തവർക്ക് വീടുണ്ടാവാൻ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ, കല്യാണം ശരിയാവാൻ, മക്കളെ സ്വഭാവം നന്നാവാൻ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ, കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവാൻ, ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ കഴിയാൻ, മാതാപിതാക്കളും മരുമക്കളും പേരമക്കളും കുടുംബങ്ങളും അയൽവാസികളും നാട്ടുകാരും ഒക്കെ സന്തോഷത്തിൽ ഐക്യത്തോടുകൂടെ കഴിയാൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യവും ഒന്ന് നിയത്ത് വെച്ചോളൂ. നേരെ മജ്‌ലിസിലേക്ക് പ്രവേശിക്കാൻ ഇപ്പം സമയം നിയത്ത് അങ്ങനെ വെച്ചോളൂ. ഇപ്പം സമയം 10:31 ഇൻഷാ അല്ലാഹ്. 9:31 10:30 നമ്മുടെ അദ്കാർ കഴിയും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിയത്ത് നല്ലതുപോലെ നിയത്ത് വെക്കിട്ട മഹാന്മാരുടെ മുമ്പിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഖാജ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഖാജ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إلى حضرة شفيعنا وحبيبنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇനിയുള്ളതും മഹാന്മാരായ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കന്മാരും
അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ മക്കള് പേരമക്കളും അവിടുത്തെ സ്വഹാബത്ത് വിശിഷ്യ മുഹാജിരിങ്ങളായ സ്വഹാബിമാർ അൻസ്വാരിങ്ങളായ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ അവിടുത്തെ ശുഹദാക്കന്മാർ വിശിഷ്യ ബദർ ശുഹദാക്കന്മാർ റളിയല്ലാഹു അൻഹും ബദർ ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ ഷഹീദായ 14 ശുഹദാക്കന്മാരുണ്ട്. വിശിഷ്യ ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, മിഹ്ജബ് ബിൻ സാലിഹ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഫ്വാൻ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു, ദുശ്ശിമാലൈനി റളിയല്ലാഹു അൻഹു, ആഖിൽ ബിൻ ബുഖൈർ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു, മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു, യസീദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു, റാഫിഅ ബിൻ മുഅല്ലാം റളിയല്ലാഹു അൻഹു, മുഅദ്ദിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇവരുടെ തിരുഹളറത്തിലേക്ക് അതുപോലെ തന്നെ മറ്റുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ഷഹീദായ ശുഹദാക്കന്മാർ റളിയല്ലാഹു അൻഹും മറ്റുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക് ഇവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാഹ്. ഈ വിശുദ്ധമായ മജ്ലിസിൽ ഈ മഹാന്മാരുടെ കാലിൻ്റെ ചുവട്ടിലിരുന്ന് ഈ ദിക്ർ ചൊല്ലാൻ പോകുന്ന ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ട് അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീക്കിത്തരണം അല്ലാഹ്. ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണം അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനിയുള്ളത് മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ മശായിഖന്മാർ ഇവരുടെ മേൽ ഫാത്തിഹാനോദണം. വിശിഷ്യ ഔലിയാക്കന്മാരുടെ നേതാവ് മഹാനാകുന്ന ഗൗസുൽ അഅ്ലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ദർഗാ ഷരീഫിൽ അന്തി ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം മഹാനാകുന്ന സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ മാതാപിത ഖാജ തങ്ങളുടെ ഉസ്താദായ നിരവധി ആലിമീങ്ങളുടെ ഉസ്താദ്, നിരവധി മഹാന്മാരുടെ ഉസ്താദ് മഹാനാകുന്ന സയ്യിദ് ഉസ്മാനുൽ ഖാറൂനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ മകനായ സയ്യിദ് ഫഖറുദ്ദീൻ സർവാർ ഷരീഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ അളിയനായ സയ്യിദ് മാമു സാഹിബ് സർവാർ ഷരീഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ ഖലീഫമാരായ കഞ്ചു ശക്കർ ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന സയ്യിദ് ഖുത്ബുദ്ദീൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ശക്കർ ബാവ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ മാതാപിതാക്കന്മാര് അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ മക്കള് പേരമക്കളും അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാരും ഖദ്ദസല്ലാഹു അസ്റാറഹും എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക് ഇവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ മനസ്സാന്തരങ്ങൾ തളം കെട്ടി നിൽക്കുന്ന മുഴുവൻ വിഷമങ്ങളും നീക്കിത്തന്ന് ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണം അല്ലാഹ്. പടച്ചവനെ പല ഭാഗത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രിയപ്പെട്ട സഹോദരിമാർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഈ മഹനീയമായ സദസ്സിലേക്ക് വന്നിട്ടുള്ളത്, ഈ മഹനീയമായ സദസ്സിൽ ഇരിക്കുന്നുള്ളത്. അല്ലാഹുവേ, എല്ലാവരുടെ വിഷമങ്ങളും ഈ മജ്ലിസ് കഴിഞ്ഞു പോകുമ്പോൾ നീക്കി സലാമത്ത് നൽകണം അല്ലാഹ്. അൽ ഫാത്തിഹ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനിയുള്ളവരും മഹാന്മാരായ ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളും ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അതുപോലെ തന്നെ മമ്പറം ഞങ്ങളുടെ മാതാപിതാക്കന്മാരും അവിടുത്തെ മശായിഖന്മാർ ഉസ്താദുമാരും അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാരും ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ ഉള്ളാളം ദർഗാ ഷരീഫിൽ അന്തി ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം മഹാനാകുന്ന ഖുത്ബുസ്സമാൻ സയ്യിദ് മദനിത്തങ്ങളും ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അതുപോലെ തന്നെ സയ്യിദ് മദനിത്തങ്ങളുടെ മാതാപിതാക്കന്മാര് അവിടുത്തെ മശായിഖന്മാർ ഉസ്താദുമാരും അവിടുത്തെ മുഹിബ്ബീങ്ങളെ മുരീദുമാർ ഖലീഫമാര് ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ നമ്മുടെ വായക്കാട്ടിൻ്റെ മണ്ണിൽ അന്തി ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം മഹാനാകുന്ന ഉസ്താദുൽ അസാത്തിദ് ശൈഖുനാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ചാരത്തന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാർ, നിരവധി മഹത്തുക്കൾ മഹദിമാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനാകുന്ന ഇടിയങ്ങര ശൈഖ് ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അതുപോലെ തന്നെ വരക്കൽ മഖാമിൽ അന്തി ഉറങ്ങുന്ന വരക്കൽ നമ്മുടെ ചാരത്തന്തി ഉറങ്ങുന്ന മഹത്തുക്കളായ മഹാന്മാരായ സയ്യിദന്മാർ സയ്യിദ് ഹാമിദ് ബാലവി തങ്ങളും സയ്യിദ് അഹ്മദ് ബാലവി തങ്ങളും സയ്യിദ് അലി ബാലവി തങ്ങളും സയ്യിദ് ഹസൻ ബാലവി തങ്ങളും സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങളും ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ ഈ മഖാമിൽ അന്തി ഉറങ്ങുന്ന മുഴുവൻ തങ്ങന്മാർ ഖദ്ദസല്ലാഹു അസ്റാറഹും അവരുടെ കാലിൻ്റെ ചുവട്ടിൽ അന്തി ഉറങ്ങുന്ന അക്ഷരങ്ങളെ വാക്കുകളാക്കി വാചകങ്ങളെ ആശയങ്ങളാക്കി അറിവിൻ സാഗരത്തിൻ്റെ അരമാലകൾ ഉയർത്തിയ അനുഗ്രഹീത പണ്ഡിത തേജസ്സം മഹാനാകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം ഉസ്താദുൽ അസാത്തിദ് ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, മാനവരുടെ മാതാപിതാക്കന്മാർ, മാനവരുടെ മശായിഖന്മാർ ഉസ്താദുമാർ, മഹാനവരുടെ മുഹിബ്ബീങ്ങളിൽ നിന്ന് മരിച്ചുപോയവരും എല്ലാവരുടെ തിരുഹദറത്തിലേക്കും, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് പാപ്പക്കോയ തങ്ങളെ ഹിദ്റൂസിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ ഹിദ്റൂസിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തിലും അന്തിയുറങ്ങുന്ന തങ്ങന്മാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ മടവൂർ ദർഗാ ഷരീഫിൽ അന്തിയുറങ്ങുന്ന നിറഞ്ഞൊലിക്കുന്ന കണ്ണുകൾക്കും വിതുമ്പുന്ന ഹൃദയത്തിനും ശാന്തിയുടെ മന്ത്രധ്വനി പറഞ്ഞു തന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം മഹാനാകുന്ന ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അതുപോലെ തന്നെ സിയം വലിയുല്ലാഹി തങ്ങളുടെ മാതാപിതാക്കന്മാർ അവിടുത്തെ മശായിഖന്മാർ ഉസ്താദുമാർ അവിടുത്തെ മുഹിബ്ബീങ്ങളെ മുരീദുമാർ ഖലീഫമാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ ശൈഖുനാ പന്മള ഫരീദ് ഉസ്താദ് ശൈഖുനാ കാളമ്പാടി ഉസ്താദ് ശൈഖുനാ എ.പി. കുമരമ്പത്തൂർ ഉസ്താദ് ശൈഖുനാ എരമംഗലം ഉസ്താദ് ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ നമ്മുടെ മദ്രസകളിലും വിശുദ്ധമായ ദർസുകളിലെ കോളേജുകളിലും വിശുദ്ധമായ വഅളിൻ്റെ സദസ്സുകളിലും നമുക്ക് ഇൽമ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരിൽ നിന്ന് പലരും ഇന്നാറുടെ മണ്ണിലാണല്ലോ, എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് അതുപോലെ തന്നെ ഇന്ന് മൺമറഞ്ഞുപോയ ലോകത്തിൻ്റെ പല ഭാഗത്തിലും അന്തിയുറങ്ങുന്ന മുഴുവൻ മഹാന്മാർ മഹത്തുക്കൾ മഹദിമാർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരായ മഹാന്മാർ വിശിഷ്യ റിജാലുൽ ഗായിബീൻ്റെ മഹാന്മാർ റളിയല്ലാഹു അൻഹും അസ്ഹാബുൽ വഖ്തിൻ്റെ മഹാന്മാർ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം ഇവരുടെ എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് ഒന്ന് രണ്ട് കൈയൊന്ന് നെഞ്ചോട് നേരെ ഉയർത്തിപ്പിടിക്കുമോ? ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങൾ എണ്ണി എണ്ണി പറയുന്നില്ല റബ്ബേ, ഞങ്ങളെ വിഷമങ്ങൾ എല്ലാം നിനക്കറിയുമല്ലോ.
മാത്രമല്ല അല്ലാഹ്, ഈ കൂടിയ സഹോദര സഹോദരിമാർ, ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങൾ നിനക്കറിയുമല്ലോ അല്ലാഹ്. എണ്ണി പറയേണ്ട ആവശ്യം ഇല്ലല്ലോ അല്ലാഹ്. ഈ അദ്കാറുൽ മസാഇന്റെ കറാമത്ത് കൊണ്ട് ഈ വിശുദ്ധമായ മജ്ലിസിന് തൗബ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നീക്കിത്തരണം അല്ലാഹ്. ഹലാലായ മുറാദ് ഹസിലാക്കി തരണം അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനിയുള്ളവരും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ വല്യമ്മമാർ, നമ്മുടെ വല്യപ്പമാർ, നമ്മുടെ ഉപ്പമാരുമ്മമാര്, നമ്മുടെ ജേഷ്ഠാനുജന്മാര്, കുടുംബങ്ങൾ, ബന്ധുക്കൾ, നാട്ടുകാർ, മഹല്ലത്തുകാർ എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനിയുള്ളവരും ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുകയാണ്. നമ്മുടെ ജീവന്റെ തുടിപ്പായ ആവേശത്തിൻ്റെ കൊടുങ്കാറ്റായ ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് ആ മദീനയിലൊന്ന് നമുക്ക് ചെല്ലണം. എല്ലാവരും നിയത്ത് വെച്ചാണ്, ആ മദീനയിലൊന്ന് നമുക്ക് ചെല്ലണം. ആ പച്ചക്കുബ്ബയുടെ തായോരത്ത് നിൽക്കണം. ഹബീബാ നബി തങ്ങളോട് മനമൊരുകി നമുക്ക് സലാം പറയണം, ധാരാളം സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന നിയത്തോടുകൂടെ എല്ലാവരും സലാം പറഞ്ഞോളൂ. ഞാൻ ചൊല്ലിത്തരാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ ഇഖ്താറഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ ഇഖ്താറഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അർസലഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അർസലഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ സയ്യനഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ സയ്യനഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ ശറഫഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ ശറഫഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ കറമഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ കറമഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അല്ലമഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അല്ലമഹുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖാതിമൻ നബിയ്യീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖാതിമൻ നബിയ്യീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഇമാമൽ മുത്തഖീൻ. الصلاة والسلام عليك يا إمام المتقين.
الصلاة والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام عليك يا رسول رب العالمين محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي محمد باسط المعروف جامعه محمد صاحب الإحسان والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ثابت محمد تاج رسول لله قاطبة محمد صادق الأفعال والكلم محمد ثابت الميثاق حافظه محمد طيب الأخلاق والشيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ربيات بالنور طينته محمد لم يزل نورا من القدم محمد حكيم بالعدل ذو شرف محمد معدن الإنعام والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد خير خلق الله من مضرا محمد خير رسول لله كلهم محمد دينه حق ندين به محمد محمل حقا على علم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم محمد زينة دنيا وبهجتها محمد كاشف الغمات والظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم محمد زينة دنيا وبهجتها محمد كاشف الغمات والظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد طابت مناقبه محمد صاغه رحمن من كرم محمد صفوة الباري وخيرته محمد طاهر من سائر التهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد لاحق للضيف مكرمه محمد جاره والله لم يظلم محمد طابت دنيا ببعثته محمد جاء بالآيات والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق
كلهم محمد يوم بعث الناس شافعنا محمد نوره الهادي من الظلم محمد قائم لله ذو همم محمد خاتم للرسل كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول എല്ലാ الله ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബർക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله സൂര്യം മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അള്ളാഹുവിനെ സ്വീകരിക്കണം. അള്ളാഹ് ഇനി എൻ്റെ ഉമ്മമാരുപ്പമാരും പവിത്രതയുള്ള അദ്കാറുൽ മസായിലേക്ക് കടക്കുകയാണ്. എല്ലാവരും നിയ്യത്ത് വെക്കണം. കണ്ണടച്ച് പിടിച്ച് അള്ളാഹ് പഠിച്ചു ഞങ്ങളൊക്കെ മനസ്സാന്തരങ്ങൾ തളം കെട്ടി നിൽക്കുന്ന വിഷമങ്ങൾ ഓരോരുത്തർക്കറിയാലോ. എന്തിനാ നിങ്ങളൊക്കെ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലതുപോലെ അറിയാലോ. രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. മൂർധാവ് മുതൽ കാലിൻ്റെ അടിഭാഗം വരെയുള്ള ശരീരഭാഗങ്ങളിൽ പലതരത്തിലുമുള്ള രോഗത്തിനാൽ വിഷമിക്കുന്നവരും, തലവേദനയുള്ളവർ, കണ്ണിന് അസുഖമുള്ളവരും, അതുപോലെ തന്നെ തൊണ്ടവേദനയും ലെൻസിന് തകരാറും അറ്റാക്ക് വന്നവരും, വാൾവിന് അസുഖവും, അതുപോലെ തന്നെ വയറ്റിൻ്റെ ഉള്ളിൽ മുഴയും അലർജിയുടെ അസുഖവും ശ്വാസമുട്ടലും അപസ്മാര രോഗവും ബോധക്ഷയ രോഗവും ക്യാൻസർ രോഗവും ഇങ്ങനെ തുടങ്ങി പലതരത്തിലുമുള്ള രോഗത്തിനാൽ വിഷമിക്കുന്നവരും എല്ലാവരുടെ രോഗവും അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ. അതുപോലെ തന്നെയാണ് ഉമ്മമാരുപ്പമാര്, കടം കൊണ്ട് വിഷമിക്കുന്നവരും കോടിക്കണക്കിന് രൂപ കടമുള്ളവരും ഈ മജ്‌ലിസിലുണ്ട്. അള്ളാഹു എല്ലാവരുടെ കടങ്ങളും അള്ളാഹു വിട്ടിത്തരട്ടെ. അതുപോലെ തന്നെ മര്യാദയ്ക്കൊരു വീടില്ലാത്തവരും, ഉള്ള വീട്ടിലേക്ക് വഴിയോ റോഡോ അതുപോലെ തന്നെ കരണ്ടോ കിട്ടാതെ വിഷമിക്കുന്നവരും, വീടിൻ്റെ പണി തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ കഴിയാത്തവരും, ഉള്ള വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയവരും, അതുപോലെ തന്നെ മക്കളില്ലാത്തവരും, ആൺമക്കളില്ലാത്തവരും, പെൺമക്കളില്ലാത്തതും, മക്കളുടെ സ്വഭാവമോശം കാരണമായി വിഷമിക്കുന്നവരും, ഭർത്താവിൻ്റെ സ്വഭാവമോശം കാരണമായി വിഷമിക്കുന്നവരും, മക്കളുടെ കല്യാണം ശരിയാവാത്തവരും, എന്തൊക്കെ 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 പ്രയാസങ്ങളാണ് എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സാന്തരങ്ങൾ തളം കെട്ടി നിൽക്കുന്നത്. എല്ലാവരും ഒന്ന് കണ്ണും നടച്ച് പിടിച്ച് നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് വെള്ളം തരുന്ന, നമുക്ക് ശ്വസിക്കാനുള്ള വാടു നൽകിയ കരുണക്കടലായ അള്ളാഹുവിനോർക്കും, അള്ളാഹുവിനോർക്കും, അള്ളാഹുവിനോർക്കും. എന്നിട്ട് പണച്ചറബിനോടൊന്ന് പറയൂ ഉമ്മമാരുപ്പമാരെ, അല്ലാ നിന്റെ മഹാന്മാരുടെ കാലിൻ്റെ ചുവട്ടിലാണല്ലാ ഞാൻ ഈ
വിളിക്കുന്നത് റബ്ബേ എൻ്റെ വിഷമങ്ങൾ ഇന്നതാണ് അല്ലാ, എൻ്റെ വിഷമങ്ങൾ നീക്കിത്തരണം അല്ലാ എന്ന് മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് റബ്ബിനോട് പറഞ്ഞ് എല്ലാവരും ഒരു തവണ ബിസ്മി ചൊല്ലിക്കോളും. എല്ലാവരും ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലുന്ന സമയത്തിൽ ഈ നിയ്യത്ത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം. കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ആ ബിസ്മി ചൊല്ലേണ്ടത്. ബിസ്മി ചൊല്ലുമ്പോൾ നിയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരണം. അല്ലാ, ഞാൻ ഇന്ന കാര്യത്തിനാണ് ഈ മജ്‌ലിസിൽ വന്നത്, എൻ്റെ ആഖിബത്തടക്കം നന്നാവണം. ഖബറും മഹ്ശറും ഹിസാബും സിറാത്ത് പാലവും മിന്നൽ വേഗത്തിൽ കടന്ന് എനിക്ക് എൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്തണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ഒരു തവണ ബിസ്മി ചൊല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ്, 3 തവണ സൂറത്തുൽ ഫലഖ് എല്ലാവരും ഒപ്പമായിട്ട് ഒതുക്കും. 3 തവണ സൂറത്തുൻ നാസ്, 1 തവണ ആയത്തുൽ കുർസിയും എല്ലാവരും ഒപ്പമായിട്ട് ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇനിയുള്ളത് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൈകുന്നേരം ചൊല്ലിയ ദിക്റുകളാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അംസൈന, ആവേശത്തിൽ ചൊല്ലണേ. അംസൈന അംസൈന വഅംസൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹാ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹാ. റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി. റബ്ബി അഊദു ബിക
മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബരി. അള്ളാഹു ഇനി സ്വീകരിക്കണം അല്ലാ. ഇനി എൻ്റെ മുത്തുമിനുള്ള 6ാമത്തെ ദിക്ർ കണ്ടോ, ഇതെങ്ങാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും 10 തവണ ചൊല്ലിക്കഴിഞ്ഞ മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഷഫാഅത്ത് നിർബന്ധമായി. അള്ളാഹു ആ ഷഫാഅത്തിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാ. ചൊല്ലിക്കോള് മുത്തുമിനിങ്ങൾ ഇഖ്ലാസോടെ തഖ്വയോടെ 10 തവണ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാ. മക്കയും മദീനയും കാണാൻ തൗഫീഖ് നൽകണം അല്ലാ. മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടികളുടെ കാലിൻ്റെ ചുവട്ടിലാണ്, ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളുടെ ഉറൂസിലാണ്. അല്ലാഹു നിന്റെ ബറക്കത്ത് കൊണ്ട് മക്കയും മദീനയും കാണിപ്പിക്കണം അല്ലാ. അത് കാണാതെ മരിപ്പിക്കരുത് അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇനി എൻ്റെ മുത്തുമിനിയുടെ 7ാമത്തെ ദിക്ർ കണ്ടോ, ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ, ആവേശത്തിൽ ചൊല്ലും മുത്തുമിനികളെ, അല്ലാഹുമ്മ ബിക അംസൈനാ വബിക അസ്ബഹനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈക്കൽ മസീർ. അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാ. ഇനി എൻ്റെ മുത്തുമണിയുടെ 8ാമത്തെ ദിക്ർ കണ്ടോ, ഇതെങ്ങാനും 3 തവണ ചൊല്ലിക്കഴിഞ്ഞ പെടുന്നതിനുള്ള പരീക്ഷണങ്ങളുണ്ടല്ലോ, ഒരിക്കലും അവരിൽ സംഭവിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ പെടുന്നതിനുള്ള അപകട മരണങ്ങളെ പടച്ചോൻ ഇനി കാത്ത് രക്ഷിക്കണേ അല്ലാ. നെഞ്ചോട് നേരെ കൈയുയർത്തി പിടിക്കോ, കണ്ണുകൾ അടച്ചു പിടിക്കൂ, ഇഖ്ലാസോടെ ആമീനെടുത്തോളൂ. പടച്ചോനെ ചേറിപ്പായ വാഹനങ്ങളോടുന്ന റോട്ടിലൂടെ അല്ലയോ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കള്, പേരമക്കള്, മരുമക്കള്, എന്തിനേറെ ഞങ്ങളുടെ പിഞ്ചോമന പൈതങ്ങള് സ്കൂളിലേക്ക് മദ്രസയിലേക്കും പോകുന്നത് ചീറിപ്പായുന്ന വാഹനങ്ങളോടുന്ന റോട്ടിലൂടെ അല്ലയോ. പൊന്നാര റബ്ബേ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണത്തിൽ നിന്നും നീ കാത്ത് രക്ഷിക്കണം അല്ലാ. ചൊല്ലിക്കോള് മുത്തുമിനികൾ ഇഖ്ലാസോടെ തഖ്വയോടെ 3 തവണ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാ. ഇനി എൻ്റെ മുത്തുമിനിയുടെ 9ാമത്തെ ദിക്ർ കണ്ടോ, അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മുത്തുനബി തങ്ങൾ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലിയ ദിക്റാ. ഇതെങ്ങാനും ഒരാൾ 1 തവണ ചൊല്ലിക്കഴിഞ്ഞ മറത്തൻ വാഹിദ, അന്നത്തെ ദിവസം അവൻ ലോകത്തോട് വിട പറയും ചെയ്തു പോയ വഹുവമിൻ അഗ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിൻ്റെ അകലുകാരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഭാഗത്തിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കള്, പേരമക്കള്, മരുമക്കള് എല്ലാവരും സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നീ എഴുതണേ അല്ലാ. ആയുസ്സിനെ നീട്ടിത്തരണം അല്ലാ. ചൊല്ലിക്കോള് മുത്തുമുഅ്മിനീങ്ങളെ, ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ, ആവേശത്തിൽ ചൊല്ല്, സ്വർഗാവകാശിയാകുന്ന ദിക്റാണല്ലോ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅനാ അബ്ദുക വഅനാ അലാ അഹദിക
ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. പടച്ചോനെ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണേ അല്ലാ. കീറി മുറിക്കുന്ന രോഗം തന്ന് പരീക്ഷിക്കരുത് അല്ലാ. മരുന്നില്ലാത്ത രോഗം തന്ന് പരീക്ഷിക്കരുത് അല്ലാ. ജനങ്ങൾ വെറുക്കുന്ന രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് അല്ലാ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ അന്തിയുറങ്ങുന്ന മഹാന്മാരുടെ കറാമത്ത് കൊണ്ട്, ശരീരത്തിൽ എവിടെയെങ്കിലും മാരക രോഗാണുക്കളുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ കറാമത്ത് കൊണ്ട് അത് നശിപ്പിക്കണേ അല്ലാ. നശിപ്പിക്കണേ അല്ലാ. ശരീരത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇനി എൻ്റെ മുത്തുമുള്ള 10ഉം 11ഉം കണ്ടോ പ്രാർത്ഥനകളാണ്. മുത്തുനബി തങ്ങൾ ചൊല്ലിയതാ, ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ, ആവേശത്തിൽ ചൊല്ലു. അല്ലാഹുമ്മ അലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർളി റബ്ബ കുല്ലി ഷൈഇൻ ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركه اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. അള്ളാഹു എന്നെ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാ. പിന്നെയുള്ള വിഷമങ്ങൾ കടങ്ങളാണ് റബ്ബേ, കടങ്ങളാണ് റബ്ബേ, കടങ്ങളാണ്. അള്ളാഹു ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി സലാമത്ത് നൽകണം അല്ലാ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലി നീ ബറക്കത്ത് ചൊരിയണം അല്ലാ. പടത്തറമ്മ, ഇത് കടപ്പുറമാണ്. കടലിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരുടെ ഭാര്യമാർ ഈ കൂട്ടത്തിലുണ്ട് അല്ലാ. എല്ലാ ജോലിക്കാരുടെ ജോലിയിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കേണ്ട ഒരു ഗതികേട് പൊന്നാര റബ്ബേ ഞങ്ങൾക്കാർക്കും നീ വിധിക്കരുത് അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഇനി എൻ്റെ മുത്തുമ്മയുള്ള 12ാമത്തെ ദിക്ർ കണ്ടോ? ദിക്റുകളുടെ കൂട്ടത്തിലെ നേതാവാണ് ഞാൻ ചൊല്ലിത്തരം. സുബ്ഹാനല്ലാഹി, ആവേശത്തിൽ ചൊല്ലു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാ. രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളൊക്കെ വീട്ടിത്തരണം അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വീട്ടിലേക്കുള്ള വടി, റോഡ്, കറണ്ട് ശരിയാവാത്തവർക്ക് നീ ശരിയാക്കി കൊടുക്കണം അല്ലാ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലെല്ലാം ഖൈറും ബറക്കത്തും നീ നിറക്കണേ അല്ലാ. മനസ്സമാധാനമുള്ള വീടാക്കണം
നന്നാക്കണം അല്ലാ. ഇനി എൻ്റെ മുത്തൂമിനിങ്ങളെ 13-ാമത്തെ ദിക്ർ കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള ദിക്റ ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാമി വഅലാ കലിമത്തിൽ ഇഖ്ലാസി വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാ. യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് യഥാർത്ഥ മുസ്ലിമായി ഞങ്ങളെ മരിപ്പിക്കണം അല്ലാ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നൊരു വാക്കോ പ്രവർത്തനങ്ങളോ വന്ന് പോകുന്നതിൽ നിന്ന് പൊന്നാര റബ്ബേനി കാത്ത് രക്ഷിക്കണേ അല്ലാ. ഇനി എൻ്റെ മുത്തുമുള്ള 14-ാമത്തെ ദിക്ർ കണ്ടോ? ഇതെങ്ങാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും 10 തവണ ചൊല്ലിക്കഴിഞ്ഞ ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടങ്ങ് കൊടുക്കുന്നതാണ്. ഒരുപാട് നന്മകൾ അവൻ്റെ ഏടിലേക്ക് അല്ലാഹു എഴുതി വെച്ചങ്ങ് കൊടുക്കുന്നതാണ്. ഒരുപാട് പദവിയിലേക്ക് അവനെ കൈപിടിച്ചു ഉയർത്തുന്നതാണ്. പോരാ, തീരുന്നില്ല. 4 അടിമകളെ മോചിപ്പിച്ച സവാബുണ്ടല്ലോ അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മഹത്വമുള്ള ദിക്റ! ചൊല്ലിക്കോളൂ മുത്തുമിനിങ്ങളെ ഇഖ്ലാസോടെ തഖ്വയോടെ 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഈമാൻ സലാമത്ത് നൽകണേ അല്ലാഹ്. ഒരു കുഞ്ഞുകാല് കാണാൻ കൊതിക്കുന്ന എത്രയോ ദമ്പതികൾ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നുണ്ട് അല്ലാഹ്. ഈ മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഗർഭിണികളാകുന്ന സ്ത്രീകളെ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നുണ്ട് അല്ലാഹ്. സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നീ കൊടുക്കണം അല്ലാഹ്. തീരെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അദ്കാറുൽ മസാഇന്റെ കറാമത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഇനി എൻ്റെ മുത്തൂമിനുള്ള 15-ാമത്തെ ദിക്ർ കണ്ടോ? മക്ഷറ എന്ന കോടതിയിൽ രക്ഷപ്പെടാൻ ഇഖ്ലാസോടെ ചൊല്ലിക്കോളൂ 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി
وبحمده سبحان الله بحمده 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 അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഈമാൻ സലാമത്ത് നൽകണം അല്ലാഹ്. ദുനിയാവിലും നാൾ ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പൊന്നാര റബ്ബേ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. പെടുത്തണമേ. കൽവിവാപ്രാമത്തി ആൺമക്കള് പെൺമക്കള് ഞങ്ങളുടെ മജ്ലിസ് കേൾക്കുന്നുണ്ട് അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും കല്യാണം നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. കല്യാണം കഴിച്ച ആൺമക്കളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇനി എൻ്റെ മുത്തുമണിയുടെ 16ാമത്തെ ദിക്ർ കണ്ടോ, ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോൾ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി അല്ലാഹുമ്മ ആഫിനി ഫി സമഇ അല്ലാഹുമ്മ ആഫിനി ഫി ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫരി വൽ ഫഖരി اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت. അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണം അല്ലാഹ്. കണ്ണന്മാരുടെ കണ്ണേറിൽ നിന്ന് കാക്കണം അല്ലാഹ്. ഹാസിര്യങ്ങളുടെ അസദിൽ നിന്ന് കാക്കണം അല്ലാഹ്. ഫത്താനിങ്ങളുടെ ഫിത്തനയിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. കള്ളിൻ്റെയോ കഞ്ചാവിൻ്റെ അൻസിൻ്റെ പൻപരാഗിൻ്റെയോ എന്തിനേറെ സിഗരറ്റിൻ്റെ അടിമകളായി പോയവര് അതൊന്ന് നിർത്തിക്കിട്ടണമെന്ന് വല്ലാത്ത കൊതിയവർക്കുണ്ട് അല്ലാഹ്. എല്ലാവരുടെ ശരീരത്തിൽ നിന്നും ആ മോശം സ്വഭാവത്തിന് നീ മാറ്റണേ അല്ലാഹ്. എല്ലാവരും നല്ല അകലുകാരുടെ കൂട്ടത്തിൽ നീ ചേർത്തണം അല്ലാഹ്. ഇനി എൻ്റെ മുത്തുമിനുള്ള കടലിലെ തിരമാല കണക്കുള്ള ദോഷങ്ങൾ പൊരുത്തപ്പെടുന്ന മഹത്തമുള്ള ദിക്ർ ചൊല്ലിക്കൊള്ളി ഇഖ്ലാസോടെ തഖ്വയോടെ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി
അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ മക്കളൊക്കെ നീ നല്ല മക്കളാക്കണം അല്ലാഹ്. ബുദ്ധിയുള്ള, അനുസരണയുള്ള, അദബുള്ള, അച്ചടക്കമുള്ള മക്കളാക്കണം അല്ലാഹ്. മദ്രസയിലും സ്കൂളിലും LKGയിലും UKGയിലും ഹിഫ്ദ് കോളേജിലും ശരീഅത്ത് കോളേജിലും ദഅവാ കോളേജിലും ദർസിലും ഭൗതിക കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ട്. എല്ലാ ആൺമക്കളെയും പെൺമക്കളെയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള മക്കളാക്കണേ അല്ലാഹ്. ഈ മഹാന്മാരുടെ കറാമത്ത് കൊണ്ട്, ചൊല്ലുന്ന ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് മക്കളെ നന്നാക്കണം അല്ലാഹ്. ഇനി എൻ്റെ മുത്തുമിനുള്ള 18ാമത്തെ ദിക്റ് കണ്ടോ, ചൊല്ലിക്കോള് മുത്തുമിനിങ്ങൾ ഇഖ്ലാസോടെ തഖ്വയോടെ 7 തവണ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാഹ്.
ഞങ്ങളെ കൂട്ടത്തിൽ ജയിലിൽ കുടുങ്ങിക്കഴിയുന്ന സഹോദരന്മാരുടെ ഭാര്യമാര്, അവരുടെ മാതാപിതാക്കന്മാർ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നുണ്ട് അല്ലാ. എല്ലാവർക്കും നീ ജയിൽ മോചനം കൊടുക്കണേ അല്ലാ. എന്നിട്ടവരെ നീ നന്നാക്കണം അല്ലാ. കേസും കൂട്ടമായിട്ടൊക്കെ കഴിയുന്നവരുണ്ട്. എല്ലാവരുടെയും കേസും കൂട്ടമൊന്നൊക്കെ അവസാനിപ്പിച്ച് എല്ലാവർക്കും നല്ലൊരു ജീവിതം നീ കൊടുക്കണേ അല്ലാ. ഇനി എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ 19ാമത്തെ ദിക്ർ കണ്ടോ? ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹി, ആവേശത്തിൽ ചൊല്ലു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാ. ഇനി എൻ്റെ മുത്തുമണി 20ാമത്തെ ദിക്ർ കണ്ടോ? ഇതെങ്ങാനും 4 തവണ വൈകുന്നേരം ചൊല്ലിക്കഴിഞ്ഞ കത്തിയാളെന്ന നരകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അവൻ മോചിതനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലിക്കോള് മുത്തുമിനിങ്ങളെ, ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ, ആവേശത്തിൽ അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക. അല്ലാഹുമ്മ വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാ. ഇനി എൻ്റെ മുത്തുമണി 21 മുതൽ 26 വരെയുള്ളത് കണ്ടോ? പ്രാർത്ഥനകളാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ മാംസാബി മിൻ നിഅമത്തിൻ ഔ ബിഅഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലകൽ ഹംദു വലക ശുക്രു അംസൈനാ وأمسى الملك لله رب العالمين. اللهم إني أسألك خير هذه الليلة فتحها ونصرها ونورها وبركتها وهداها وأعوذ بك من شر ما فيها وشر ما بعدها. أمسينا وأمسى الملك لله عز وجل والحمد لله والكبرياء والعظمة لله والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل. اللهم اجعل أول هذه الليلة صلاحا وأوسطها نجاحا وآخرها فلاحا
يا أرحم الراحمين. اللهم إنا نعوذ بك من أن نشرك بك شيئا نعلمه ونستغفرك لما لا نعلم. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. يا حي അപേക്ഷത്തിൽ പറയും യാ ഹയ്യോ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാ. ആഖിബത്ത് നന്നാക്കണം അല്ലാ. ഈമാൻ സലാമത്ത് നൽകണം അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാ. പടത്തറമേ ലൈറ്റുകൾ ഓഫ് ചെയ്ത് തൗബ ചെയ്ത് ഞങ്ങൾ ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മജ്ലിസിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ മനസ്സിനൊരു സമാധാനം നൽകണം അല്ലാ. ഞങ്ങളുടെ ഹലാല മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നീ ചേർത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് പറയണ മുത്തുമിനിങ്ങളെ. ഇപ്പം സമയം എത്രയായത്? 10:34 അല്ലേ? 4 മിനിറ്റേ കൂടിയിട്ടുള്ളൂ. എന്തോ അറിയില്ല. ഒറ്റ മിനിറ്റ്. അള്ളാഹുവിനെ സ്വീകരിക്കണം റബ്ബേ. അൽഹംദുലില്ലാഹ് പറയണേ. അൽഹംദുലില്ലാഹ്. 2 കൈകളിലേക്കൊന്ന് മന്ദിരിച്ചോദോ മുത്തുമിനിങ്ങളെ. എന്നിട്ട് തല മുതൽ കാല് വരെ ഒന്ന് തടവി കൊടുത്താളി. ശരീരത്തിൽ എവിടെയെങ്കിലും ഭാഗത്തിൽ വേദനയോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തിൽ ഒന്ന് ശക്തിയിലൂതി കൊടുക്കുന്നത് നല്ലതാണ്. വേദനയോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തിൽ ഒന്ന് ശക്തിയിലൂതി കൊടുത്താളി. പടച്ചോനെ നീ സ്വീകരിക്കണം അല്ലാ. എല്ലാവരും പറയും സ്വീകരിക്കണം റബ്ബേ, ഖബൂൽ ചെയ്യണം അല്ലാ. ആമീൻ ആമീൻ ആമീൻ. മുത്തുമിനിങ്ങളെ, നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കണം. പിന്നെ ആകെ ഈ നേർച്ച പരിപാടികൾക്ക് വിളിക്കൽ അപൂർവമാണ്. അപൂർവം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം വിളിച്ചാൽ പിന്നെ ഈ ചില ഇടങ്ങളിലൊന്നും വിളിക്കൂല. കാരണം ഇയാൾ പിരിക്കൂല എന്നുള്ളതാണ് ആൾക്കാർ പറയൽ. അത് നടത്താത്തതും കൊണ്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനല്ല കേട്ടോ. ഇവിടെ കഴിഞ്ഞൊല്ലും പിരിച്ചിട്ടില്ല, അതിൻ്റെ മുന്നത്തൊല്ലും പിരിച്ചിട്ടില്ല. ഇവിടുത്തെ മുത്തുമിനിങ്ങളായ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കും ഷംസുലുലമയുടെ ഉറൂസിന് പങ്കെടുക്കാൻ കഴിയണമല്ലോ. അതുപോലെ ഈ ഉസ്താദുമാർ വിളിക്കുകയും ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. മുത്തുമിനിങ്ങളെ, ഈ വിശുദ്ധമായ മജ്ലിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു പിരിവ് നടക്കാറില്ല. എങ്ങനെ പിരിവ്? ഇങ്ങോട്ട് തൊന്നൂടി 10,000, ഇങ്ങോട്ട് തൊന്നൂടി 20,000, ഇങ്ങോട്ട് തൊന്നൂടി 4,444, അങ്ങനെ പറയലില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ് പിരിച്ചത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പള്ളിയും മദ്രസൊക്കെ പൊന്തിയത്. അത് വേറെ കഥ. പക്ഷെ ഇതിന് പിരിവ് പറ്റൂല. അന്തമൂല്യരെ പിരിച്ചൂടെ? ഇതിന് പിരിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. അതിനൊരു കാരണം പറഞ്ഞുതരാം. ഈ കൂട്ടത്തിൽ കൂടിയവരൊക്കെ ഒരു 10 ലക്ഷം റുപ്യ വീട്ടിൽ അട്ടിക്ക് വെച്ച് വന്നോലായിട്ട് ആരും ഉണ്ടാവില്ല. വേണ്ട, ഒരു 5 ലക്ഷം റുപ്യ പോലും വീട്ടിൽ അട്ടിക്ക് വെച്ച് വന്നോലായിട്ട് ആരും ഉണ്ടാവില്ല. ഉണ്ടോ മുത്തുമിനിങ്ങളെ? ഇല്ല. കടവും കള്ളിയുള്ളവരായിരിക്കും അല്ലേ? മഹാന്മാരുടെ കാലിലോട്ടെന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ 1 ലക്ഷമോ അതിൻ്റെ മേലേക്കോ കടള്ളവരൊന്ന് കൈവന്തിച്ചേ. ദ്വാരക്കാനാ ഇങ്ങോട്ട് നോക്കിയാണി. ഇതാണ് അവസ്ഥ. പക്ഷെ നമ്മളെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരട്ടെ. അമീൻ പറയേ. കടങ്ങളൊക്കെ വീട്ടി തരണം റബ്ബേ. അതുകൊണ്ടാണ് ഇതിലൊരു പിരിവ് നടക്കാത്തത്.
പഠിച്ചോൻ ഇതിങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഉറക്കാമീൻ പറയും, നിലനിർത്തി തരണേ അല്ലാ, നിലനിർത്തി തരണേ അല്ലാ. ഇന്നെ വയലിന് കൊണ്ടുവരല് മാമാരെ ബോട്ടിന് കൊണ്ടുവരുന്ന വരിക, ബോട്ടിന് കൊണ്ടുപോകണ വൈരാണ് ഇന്നെ വയലിന് കൊണ്ടുവരിക. കാറ് നിർത്തി തരാൻ ആള്, ഡോറ് തുറന്നു തരാൻ ആള്, കൈ പിടിക്കാൻ ആള്, സ്റ്റേജുമൊക്കെ കയറ്റി തരാൻ ആള്. പിരിഞ്ഞു പോകുമ്പോൾ ഒരു മഹ്ലൂക്കിൻ്റെ കൂടെ ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ എന്ത് പറ്റാത്തയും കൊണ്ടാ. ഇത് പറ്റൂല, ഇതിങ്ങനെ തന്നെ പോട്ടെ അല്ലേ, ഇങ്ങനെ തന്നെ പോട്ടെ. ഇങ്ങനെ ഒരു മജ്ലിസ് ഇങ്ങനെയാണ് പോട്ടെ. രണ്ടാമത്തെ സംഗതി ലിസ്റ്റ് വായിക്കൂല എന്നുള്ളതാണ്. നമ്മൾ ലിസ്റ്റുകളില്ലേ, അത് വായിക്കലില്ല. ഇതൊന്നല്ലല്ലോ ലിസ്റ്റ് ഉണ്ടാകുക, ഇനി ഉണ്ടാകുമല്ലോ. സഹോദരിമാരുടെ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ലിസ്റ്റു അതല്ല. അവിടെ ഇനി വളണ്ടറിമാരുടെ കയ്യിലുണ്ടാ ലിസ്റ്റുകളുണ്ടാ? ഈ കണ്ട മനുഷ്യന്മാർക്ക് ഇത്ര ലിസ്റ്റ് പോരല്ലോ, ലിസ്റ്റുകളുണ്ട്, വായിക്കലില്ല. അതെന്താണ് വായിക്കാത്തത് മൊയിലേരെ? വായിക്കാതിരിക്കാൻ കാരണം ഇതൊക്കെ വായിക്കുകയാണെങ്കിൽ എത്രങ്ങാനും വായിക്കാണ്ടാവും. അപ്പം ചില ആളുകൾ പറയും പ്രധാനപ്പെട്ട ലിസ്റ്റാണ് വായിച്ചാളി. അങ്ങനെ ഉണ്ടോ? പ്രധാനപ്പെട്ട ലിസ്റ്റും പ്രധാനപ്പെടാത്ത ലിസ്റ്റും. എൻ്റെ കാലിന് മുള്ളു തറച്ചാൽ എനിക്കത് പ്രധാനപ്പെട്ട ലിസ്റ്റാ. അപ്പം നമ്മൾ അങ്ങനെയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു നമ്മൾ ഇങ്ങനെ ദ്വാരക്ക എങ്ങനെയതാ എൻ്റെ ഈ കയ്യിലുള്ള ലിസ്റ്റിലുള്ളത്, ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ സംഘാടകർ എന്നെ ഏൽപ്പിച്ച ഈ ലിസ്റ്റിൽ ഉള്ളത്, ഇതൊന്നും ഇപ്പോൾ പഠിച്ചോനോട് വായിച്ചറിയിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിച്ചോനോട് അങ്ങനെ വായിച്ച് കേൾപ്പിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. പഠിച്ചോൻ അറിയാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും ഈ ലിസ്റ്റിൽ ഉള്ളതും. ഇനി ഇവിടത്തിലേക്ക് കൊണ്ടുവരാത്ത സംഘാടകർ ചിലപ്പോൾ കയ്യിൽ വെച്ചിട്ടുണ്ടോ ആ ലിസ്റ്റിൽ ഉള്ളതും. സഹോദരന്മാരും സഹോദരിമാരുടെയും കയ്യിൽ വെച്ച് ലിസ്റ്റ് സംഘാടകരുടെ കയ്യിൽ കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും, ആ ലിസ്റ്റിൽ ഉള്ളതും. ഇവിടുത്തെ ഉസ്താദുമാരോട് പറഞ്ഞ കാര്യങ്ങളും ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളോട് പറഞ്ഞ വിഷയങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ മഖാമിൽ വന്നിട്ട് പറഞ്ഞ വിഷയങ്ങളൊക്കെ പഠിച്ചോനറിയാലോ. ആമീൻ. ഇഖ്ലാസോടെ പറയും, എല്ലാ പ്രയാസങ്ങളും എല്ലാവരുടേതും നീ നീക്കിക്കൊടുക്കണം അല്ലാ. ഹലാലായ മുറാദുകളൊക്കെ നീ ഹസിലാക്കി തരണം അല്ലാ. ഇതാണ് രണ്ട്. മൂന്നാമത്തെ സംഗതി, ഒരൊറ്റ മിനിറ്റ്, മാഷാ അല്ലാ, ഒരൊറ്റ മിനിറ്റ്. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ 1,00,000 റുപ്യ തന്നോന് തോന ദുആ. അങ്ങനെ ഉണ്ടല്ലോ, 1,00,000 റുപ്യ തന്ന 10 തലത്തിലുള്ള ദുആ. 50,000 തന്നോന് വേറെ നിലക്കുള്ള ദുആ. 1,00,000 പിന്നെ 10,000 തന്നോന് വേറെ ദുആ, 1000 തന്നോന് വേറെ ദുആ. അങ്ങനെ ഒരു ദുആയും ഉണ്ടാകൂല. തന്നോൽക്കും ഒരു ദുആ, തരാത്തോൽക്കും ഒരു ദുആ. ആമീൻ പറയ്. പഠിച്ചോനെ തന്നോൽക്ക് നീ ഖൈറ് കൊടുക്കണം അല്ലാ, തന്നോൽക്ക് നീ ഖൈറ് കൊടുക്കണം റബ്ബേ, തരാത്തോൽക്കും നീ ഖൈറ് കൊടുക്കണം റബ്ബേ. തരാത്തത് അഹങ്കാരം കൊണ്ടോ പിഷ്കൊണ്ടല്ല മുത്തുമിനിങ്ങൾ, ഇല്ലാത്തത് കൊണ്ടാ. ഇല്ലാത്തത് കൊണ്ടാണ് അധിക പേരും തരാത്തത്. പഠിച്ചോനെ അവർക്കും തന്നവർക്ക് കൊടുക്കുന്നത് പോലെയുള്ള സവാബ് നീ നൽകണം റബ്ബേ. എല്ലാവർക്കും നീ ഖൈറ് നൽകണം അല്ലാ. ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരുടെ മനസ്സിലും സന്തോഷം നൽകണം റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പക്ഷെ 2 കാര്യം ഞാൻ ചെയ്യും. അതിലൊന്ന് ബക്കറ്റ് വിരിക്കലാണ്, 2 തേന് കൊടുക്കലാണ്. ഇവിടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലല്ലോ, തേനില്ല. പക്ഷെ എൻ്റെ മുത്തുമിനിങ്ങളെ, ഇവിടെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണല്ലോ ഈ മജ്ലിസില്ലേ. ഞാൻ നേവിസ്ഥാനോട് ചോദിച്ചു, ഞാൻ അവിടെ എന്തോ ചെയ്യണോ? ഏസവൻ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആ മജ്ലിസ് നടത്തി ഒന്ന് ദുആരക്കണം, എല്ലാവർക്കും ഇൻകും വേണ്ടി ദുആരക്കണം. അല്ലാഹു മഹാനായ ശൈഖുൽ ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കണം റബ്ബേ, ആഫിയത്ത് കൊടുക്കണം റബ്ബേ. ആമീൻ 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 ആമീൻ. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു സമ്പാദ്യം ഉണ്ടാക്കാനോ അങ്ങനെ വാരിക്കൂട്ടാനോ ഒന്നിനും വേണ്ടി ഉണ്ടാക്കിയ മജ്ലിസേ അല്ല ശംസുൽ ഉലമാ തങ്ങളുടെ അരികിൽ. എന്നാലും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഹദിയ, 2024 ഒക്ടോബർ മാസം 6-ാം തീയതി റബീഉൽ ആഖിർ 2 കഴിഞ്ഞ് 3-ാം രാവിലെ പിരിഞ്ഞു പോകുമ്പോൾ ആ ഹാഫിളിങ്ങളൊന്നും കൂടെ കയറിയണേ ഈ മക്കളുടെ ഭക്ഷണത്തിലേക്ക് അല്ലേ. ഹാഫിളിങ്ങളും കൂടെ കയറിയണേ. അല്ല, ആദ്യം തങ്ങന്മാരുണ്ട് ഈ കൂട്ടത്തിൽ, ഹാഫിളിങ്ങളെ കൂട്ടത്തിൽ തങ്ങന്മാരുണ്ടോ ഉസ്താദേ? ഇല്ല. ഹാഫിളിങ്ങൾ കയറിയണേ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാണ് മുത്തുമിനിങ്ങളെ,
എത്ര ജുസായി? 11 ജുസ്. ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് ബാക്കിലിരിക്കും. എത്ര ജുസായി? 13. എത്രയായി? 13. എത്രയായി? 21. എത്ര 21 ജുസ് ആട്ടോ, 21 പേജല്ല. എത്രയായി? 11. എത്രയായി? 15. അപ്പുറത്തരപ്പത്രയായി? 9. ഇതൊക്കെ ഓരോ ഫസ്റ്റ് കൊല്ലം 2 കൊല്ലമൊക്കെ ഉള്ളവരുണ്ടാവും. എത്രയായി? 2.5. ഇപ്പം അടുത്ത് വന്നതാണ്. പിന്നെ 14, 17, 25 ജുസ്. അതൊക്കെ തീരാനാകുകയാണ് ആ കുട്ടികൾ. ഇങ്ങോട്ട് നോക്കിയാണ് കുഞ്ഞു പൈതം. മാഷാള്ള പറയും, ഉറക്ക പറയും. മാഷാള്ള പറയും. ഞാൻ ആ അവസാന ആയത്തിൽ കുറിച്ച് ചോദിപ്പിക്കാം. എത്രേ? തുടക്കമാണ് 3, 11, 15, 4 തുടക്കമാണ്. 25 തീരാൻ പോവലൊക്കെ. 25, 24. ഇങ്ങോട്ട് വാ മോനെ. എത്ര ജുസായി? ആ കുട്ടിക്ക് ശബ്ദമല്ല. എങ്ങനെ പോയതാണെന്നറിയോ? പാട്ടാടിയിട്ടല്ല, നിരന്തരം ഖുർആൻ അങ്ങനെ ഓതി ശബ്ദം നഷ്ടപ്പെട്ടു പോയതാ. നമ്മളൊക്കെ വീട്ടിലും മക്കളില്ലേ, എങ്ങനെ അറ്റുങ്ങളെ ശബ്ദം അടഞ്ഞു കിടക്കണുണ്ടാ? നിങ്ങൾ നോക്കിയാണ് ഈ പൈതം മക്കള് ഒക്കെ. അപ്പുറം ബേക്കർ എത്ര? 2. ഇപ്പം അടുത്ത് വന്നതാണ്. അപ്പുറം ഹാഫിളാണ് ഈ കുട്ടി. ഫുള്ള് കഴിഞ്ഞു, തീർന്നു. മാഷാല്ല പറയും. അപ്പുറം 3 ഇപ്പം അടുത്ത് വന്നതാണ്. അതിൻ്റെ ബാക്കിലുള്ളത് 21, 12, 21. നോക്കിയാണ് നിങ്ങള്. മാഷാല്ല പറയും. ഇനി ഒരായത്തിൽ കുറിച്ച് ചോദ്യമാണ് എല്ലാവരും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذنിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വൽ അലിയ്യുൽ അദീം. ഇവരുടെ ഭക്ഷണത്തിലേക്ക് മോനെ, അമ്മി മോനെ എന്നല്ല, എല്ലായിടത്തും ലൈവ് ചെയ്യാൻ പോകുമ്പോൾ ഈ ചെറിയ കുട്ടികളാണ് ഇവിടെ ഉസ്താദുള്ളത്. അതുകൊണ്ട് വിളിച്ചു പോയതാണ് മോനെ. നിങ്ങൾ ഒന്ന് ചെറുങ്ങനെ